അങ്ങോട്ടൊരു വണ്ടി വരാത്ത സ്ഥലത്തേക്ക് ഈ സാമൂഹ്യപാഠ ബുക്കേറ്റ് എന്താ വരാൻ കാരണം? ആ ലോറിയിൽ കൊണ്ടുവരുമ്പോൾ ഇതിങ്ങനെ കിലോ 10 എന്ന് പറഞ്ഞ് വന്നതാ. അതിനിടയ്ക്ക് ഈ പുസ്തകമായിട്ട് വരുമ്പോൾ ഒരു പ്രകോപനം സൃഷ്ടിക്കാനല്ലേ? ഞങ്ങൾ കുട്ടികൾക്കൊരു സ്വഭാവം ഉണ്ട്, നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ ഇത്ര മോശക്കാരാണോ? രാഘവനോടുള്ള ദേഷ്യം തീർക്കാൻ പാപ്പിനിശ്ശേരിയിലെ വിഷചികിത്സാ കേന്ദ്രത്തിന് തീ കൊടുത്ത് മൂർഖൻ പാമ്പിനെയും അതേപോലെ വിവിധ പാമ്പുകളെയും കൊന്നവരാ നിങ്ങൾ. നിങ്ങളാ പറയുന്നത് എന്ത്? ഹായ്, അങ്ങനെ കരിക്കാൻ പാടില്ല. എന്താ അതിൻ്റെ കാരണം? ഇവരാണ് സാധാരണ കരിച്ചലേ, എല്ലതും ഇവരാ കരിക്കല്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ചങ്ങായി എന്നും പാപ്പാനെ തല്ലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വെള്ളിയാഴ്ച ഓൻ അറിഞ്ഞത് മഹലിൻ്റെ ജനറൽ ബോഡിയിൽ വാപ്പാൻ ആരോ അടിച്ചു. ആദ്യം തന്നെ ഓനക്കാ ദേഷ്യം പിടിച്ചത്. ഓൻ വന്നിട്ടൊരു വെല്ലുവിളിയാണ്, ആരാണ് എൻ്റെ വാപ്പാനെ തല്ലുന്നത്? ഓണ്ടാവുമ്പോൾ പിന്നെ ആരാ തല്ലല്ലെന്ന്? ഓനാ സാധാരണ തല്ലല്ലേ. മാർക്സിസ്റ്റ് പാർട്ടി ആരാടാ പുസ്തകം ചുട്ടുകരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മായതനി, താങ്കൾക്ക് പാണക്കാട്ട തങ്ങളെ കശകാലം കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു ഇത്. പക്ഷേ താങ്കൾക്ക് വികാരം കൊള്ളാൻ കിട്ടിയ നല്ലൊരു സമയം ഉണ്ടായിരുന്നു. ഏതാ സമയം എന്നറിയോ? CPM-ന്റെ ഒരു MLA ഈ പുസ്തകം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞു, പുസ്തകം കത്തിക്കുമല്ലോ, പണ്ട് ഖലീഫ ഉമർ അലക്സാൻഡ്രിയ ലൈബ്രറി കത്തിച്ചിക്കണല്ലോ. ആ അലക്സാൻഡ്രിയ ലൈബ്രറി കത്തിക്കാൻ ഖലീഫ ഉമറിന് പ്രചോദനമായത് ഖുർആനാണല്ലോ. ഓ മഅദനി, താങ്കളെ പഴയ കേസറ്റ് ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. ഉമർ എന്ന് കേൾക്കുമ്പോ രോമം എടുത്തു പിടിക്കുന്ന രംഗണ്ട് അങ്ങയുടെ പഴയ കേസറ്റിൽ ലേ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ പുലിക്കുട്ടികളെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സിംഹക്കുട്ടികളെ, കേസറ്റ് മറക്കാൻ പറ്റുമോ? ആ ഖലീഫ ഉമറിന്റെ പേരിൽ ഈ സമുദായത്തെ വികാരം കൊള്ളിച്ചിട്ട് ലേ ഒരു യുദ്ധത്തടവുകാരെ പിടിച്ച കഥ മഅദനി ഒരു കേസറ്റിൽ പറയുന്നുണ്ട്. എന്താ? ഒരുത്തരെ മറ്റോ വെട്ടുക. അങ്ങനെ ഓരോരുത്തരെ വെട്ടിക്കഴിഞ്ഞാൽ അവസാനം ഒരാൾ ബാക്കിയാകും. അവരാര് വെട്ടും? മഅദനി ഉഷാറിൽ പ്രസംഗിക്കുകയാണ്. ഉമർ പറഞ്ഞു അത്രേ, ഞാൻ അയാളെ വെട്ടും. അതാണ് മക്കളെ ഉമറിന്റെ മദ്ഹബ്. അത് തന്നെയാണ് മക്കളെ ISSന്റെയും മദ്ഹബ് എന്ന് പറഞ്ഞാളാ മൂപ്പര്. ആ ഖലീഫ ഉമറിനെ മോശാക്കിയിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു MLA പറഞ്ഞപ്പോ ഈ സാധുവിന് മിണ്ടാട്ടുണ്ടായില്ല. ഞാൻ പറയുന്നു, താടിയും തൊപ്പിയും വെച്ച രാഷ്ട്രീയക്കാരനായ മഅദനി രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ കണ്ട് പഠിക്കണം അല്ലേ? വട്ടമേശ സമ്മേളനം നടക്കുമ്പോ ആരുടെ ഭരണമാണ് ഇന്ത്യക്ക് അഭികാമ്യം എന്ന് ചോദിച്ചപ്പോ ഖലീഫ ഉമർ എങ്ങനെ നാട് ഭരിച്ചുവോ ആ ഭരണമാണ് ഇന്ത്യക്ക് അഭികാമ്യം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ഇഖ്ലാസ് പോലും താങ്കൾ ഈ കാര്യത്തിൽ കാണിക്കാതെ പോയത് വല്ലാത്ത കഷ്ടായി പോയി. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആ വിവാദം നിയമസഭയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ നിങ്ങൾക്കൊരു MLA ഉണ്ട് അവിടെ? PDPക്ക് ഒരു MLA ഉണ്ടാ? നമ്മളെ PMA സലാമും PTA റഹീമും KT ജലീലുണ്ടല്ലോ ആ സദസ്സിൽ. ഞാൻ പറയുന്നു, ആദർശം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ചങ്ങായിമാരെ. എന്താ പയ്യനധികാരം PDPയും PTA റഹീമൊക്കെ പറയുന്നത്? ഞങ്ങൾ ആദർശം പണയം വെക്കൂലെന്ന്. ഉരുക്കി തൂക്കി വിറ്റിട്ടുള്ളൂ, ഇനി എടുക്കുക പണയം വെക്കാൻ? പരമാവധി ആയല്ലോ. സമുദായത്തെ കാക്കാൻ കുഞ്ഞാലിക്കുട്ടി പോരാന്നാ പറഞ്ഞിരുന്നത്. ഖലീഫ ഉമറിനെ തെറി പറഞ്ഞപ്പോ മഅദനി ഉമറിന്റെ പേരിൽ ഊറ്റം കൊണ്ട താങ്കളുടെ പാർട്ടിക്കൊരു MLA അവിടെ ഇല്ലാന്ന് പോട്ടെ, താങ്കൾ പ്രസംഗിച്ചു കൊടുത്ത് അല്ലെങ്കിൽ താങ്കളുടെ പ്രവർത്തകന്മാർ രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ രക്ഷപ്പെടുത്തി കൊടുത്ത് ലീഗിനെ തോൽപ്പിച്ച് പറഞ്ഞയച്ച കുറെ ജനപ്രതിനിധികളുണ്ട്. അവരോടൊന്ന് ചോദിക്കണ്ടേ നിങ്ങൾ? എന്നാൽ ആ വിവാദത്തിലും നമ്മളെ 2 MLA-മാരാ ചാടി വീണത്, അഡ്വക്കേറ്റ് ഉമറും അബ്ദുറഹിമാൻ രണ്ടത്താണിയും. കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് തോറ്റപ്പോ നിങ്ങൾ ഈ സമുദായത്തോട് ചോദിച്ചല്ലോ, ആരാ നിങ്ങൾക്ക് ഒരത്താണിയും? ഞങ്ങൾക്ക് 2 അത്താണിയുണ്ട് അവിടെ, ഒരത്താണിയല്ല മാറ്റിത്തരാ. അറിയോ? സമുദായത്തിന്റെ കാര്യം പറയാൻ ഞങ്ങളെ നേതാക്കൾ അവിടെ എന്നും മുൻപന്തിയിൽ നിന്ന ചരിത്രമുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ സമുദായക്കാർക്ക് ഇളക്കില്ല. അപ്പം അത് വരണ മറ്റേ ചരക്ക് ആര്? VS. ആ പുസ്തകം കത്തിച്ചെന്ന അധ്യാപകൻ മരിച്ച ആ സമയത്ത് കണ്ടോങ്ങള് അച്യുതാനന്ദന്റെ ഒരു പ്രസ്താവന, അവന്മാര് മലപ്പുറത്തേര് അത് ചെയ്യല്ലോ. നോക്കണം, അവന്മാര് മലപ്പുറത്തേര് അത് ചെയ്യല്ലോ. ഞാൻ ചോദിക്കുന്നു, ഒരു ജില്ലയെയും ഒരു സമൂഹത്തെയും പൊതുവെ മോശാക്കി. മലപ്പുറം ജില്ലയിൽ ഫുള്ള് മാർക്സിസ്റ്റാ, ഇടയിലില്ലേ കുറെ അല്ലേ? ഫുള്ള് ലീഗാ, ഇടയിൽ കുറെ മാർക്സിസ്റ്റുകാരില്ലേ? ഡെക്കറേഷൻ ബൾബിൻ്റെ ഉള്ളിൽ ഫ്യൂസ് ആയ മാതിരി. ഒന്ന് പറയണ്ടേ? എന്ത്
ഞങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയണം. മഅദനി, താങ്കൾ ഉള്ള വെളിച്ചവും കൂടി കെടുത്തുകയാണ്. താങ്കൾ ക്യാമ്പ് ചെയ്യുന്നത് മലപ്പുറത്താ. എന്തിന്? മലപ്പുറത്ത് വികസനം പോരത്രേ. ടാറിട്ട റോഡ് എവിടെ അവസാനിക്കുന്നുവോ അവിടെ നിന്നൊരു മുസ്ലിം നാട് തുടങ്ങുകയായി എന്ന് മാധ്യമവും പ്രബോധനവും എഴുതിയൊരു നാടുണ്ട്. നിങ്ങൾക്ക് സ്ഥലം അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ബംഗാൾ എന്നതിൻ്റെ പേര്. ബംഗാൾ. എവിടെ ടാറിട്ട റോഡ് തീരുന്നുവോ അവിടെ നിന്നൊരു മുസ്ലിം നാട് തുടങ്ങുകയായി. അങ്ങോട്ടും നിങ്ങളൊന്ന് പോവോ? എവിടെ കരണ്ട് കാൽ അവസാനിക്കുന്നുവോ അവിടെ ഒരു മുസ്ലിം നാട് തുടങ്ങുകയായി എന്ന് പറഞ്ഞൊരു നാടുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ഏതാ? ബംഗാൾ. അങ്ങോട്ട് പോവോ? മഅദനി, താങ്കൾ പറയുന്നത് ഈ ജില്ലയുടെ പുരോഗതിക്ക് തടസ്സം ലീഗാണ് എന്നാണല്ലോ. ഈ സമുദായത്തിനോ ഈ നാടിനോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോ ഗവർണർക്ക് കത്തെഴുതിയിട്ട്, ഗവർണറെ, ലീഗിന്റെ മന്ത്രിയായ ബഷീറിത മുസ്ലിങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് മിസ്റ്റർ മഅദനി, താങ്കൾ ഇപ്പോൾ ഇമാമായി സ്വീകരിച്ച PS അച്യുതാനന്ദന അറിയോ? അല്ലേ? അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നില്ലേ? എന്താ അയാൾ പറഞ്ഞത്? ഗവർണറെ, ലീഗിന്റെ മന്ത്രിയായ ബഷീറിത മുസ്ലിങ്ങൾക്ക് വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്നു. പിന്നോലെ ഗവൺമെന്റ് പറഞ്ഞല്ലോ, എന്തിനാ മലപ്പുറത്ത് സ്ഥാപനം? 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാറില്ല. നമ്മളെ കുട്ടികളൊന്ന് സടകുടഞ്ഞെണീറ്റു കാണിച്ചു തരാടാന്ന് പറയാണ്ട് പഠിച്ച് 1ാം റാങ്ക് വാങ്ങിയിട്ട് എവറസ്റ്റ് കൊടുമുടിമ കേടി നിന്നിട്ട് കയറി തിന്നിട്ട് പറഞ്ഞു, കണ്ടടാ കണ്ടോ എന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കുക. അപ്പൊ ഈ പഹം പറയാ, കോപ്പി അടിച്ചിട്ടല്ലേ? ആലോചിച്ചു.